ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ടു മിന്നൂസ് ചാനൽ. നമ്മൾ ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്തൊക്കെയാണ് എല്ലാവരും വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമല്ലേ? റാഹത്തല്ലേ? അൽഹംദുലില്ലാ, ഞങ്ങൾക്കൊരുവിധം സുഖമാണ് കേട്ടോ. ഇത് മക്കളെ ഇന്നലത്തെ വീഡിയോൻ്റെ ബാക്കിയാണ് കേട്ടോ. ഇന്നലത്തെ വീഡിയോയിലെല്ലാം കൂടി ആയിട്ട് ഉൾപ്പെടുത്തിക്കുകയാണെങ്കിൽ വോയിസ് കൊടുത്ത് എഡിറ്റ് ചെയ്ത് ഞങ്ങൾക്ക് എങ്ങനെ ചെയ്യും, കണ്ടുങ്ങാനും കേട്ടുങ്ങാനും നിങ്ങൾക്കും ബോറടിക്കും. അത് വിചാരിച്ചിട്ട് ഞാൻ കുറച്ച് ഭാഗം ഒന്നേക്കും ആക്കി കുറച്ച് ഭാഗം ഇന്നലത്തേക്കും ആക്കിയിട്ടതാട്ടോ. ഇന്നലത്തെ വീഡിയോയിൽ തലേന്നത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞ് പിറ്റേന്ന് മക്കൾ സ്കൂൾ പറഞ്ഞേക്കുന്ന വീഡിയോ ആണല്ലോ കാണിച്ചു തന്നില്ലേ. അതിൻ്റെ മുന്നുള്ള കുറേ പരിപാടികളുണ്ടായി, വെക്കലും വെളുമ്പലും ചായ ഉണ്ടാക്കലും ചായ കൊടുക്കലും ഒക്കെ ഒന്നും നിങ്ങൾ കാണിച്ചു തന്നില്ലേനു. ഇന്നിപ്പോൾ ഏതായാലും അതെല്ലാം കൂടി ഉൾപ്പെടുത്താൻ വിചാരിച്ചു കേട്ടോ. ആ കൂട്ടത്തിൽ ഇതൊക്കെ കുറേ തിരുമ്പിയിട്ടുണ്ടായി കട്ടുമ്മൽ. ഇതൊക്കെ കെടുക്കേണ്ടി ഞാൻ എല്ലാം കൂടി ബെഡ്ഷീറ്റ് നിലത്തൊക്കെ ഇട്ടിങ്ങനെ അതിലൊക്കെ വാരിയിടുക കേട്ടോ. മടിക്കിയേക്കാൻ കൂട്ടിയാൽ കൂടുതലല്ല മകൾ അത്തോതിലുണ്ടാനും. അന്തി കെടുക്കാനകത്തൊക്കെ പോകുമ്പോൾ മടക്കി വെച്ചാൽ തീരെയില്ല കേട്ടോ. അതിൻ്റെ ഇടയിൽ നേരവും കിട്ടുന്നില്ല. ഏതായാലും തിരുമ്പി ആത്തേ കട്ടുമ്പോൾ എത്തിക്കുന്നല്ലേ വിചാരിച്ചിട്ട് ഇവിടെ കസാലയും സോഫയൊന്നുമില്ല. ഇതിൻ്റെ അകത്ത് അതിനെക്കൊണ്ട് ഏതായാലും ഒരു ബെഡ്ഷീറ്റിലേക്ക് വാരിയിട്ട് എല്ലാം കൂടി അവിടെ പൊതിഞ്ഞ് വെക്കുകയാണ്. നേരം പത്തിട്ടൊക്കെ മടക്കി വെക്കാമല്ലോ വിചാരിച്ച്. ഒമാൻ നല്ല സുഖമായിട്ടാണ് വലിയൊരു കസാല ഉള്ളതിനെ കൊണ്ടേ ആദ്യം കട്ടുമ്പോൾ കൊണ്ടുപോയിടും, പിന്നെ കെടുക്കാൻ വരുമ്പോൾ കസാലയൊക്കെ എടുത്തിടും, പിന്നെ ഇരിക്കണം തോന്നുമ്പോൾ കസാലയിൽ നിന്ന് കെടുക്കുമ്പോഴൊക്കെ എടുത്തിടും. അങ്ങനെ അട്ടും ഇങ്ങോട്ടും കളിപ്പിച്ച് പിന്നെ എപ്പോഴെങ്കിലുമൊക്കെ ആയിട്ടോ മടക്കി വെക്കൽ. നേരം ലൈറ്റ് പണീൻ്റെ തിരക്കല്ലേ, നിങ്ങൾക്ക് അറിയാമല്ലോ. ഇവിടെ വന്നിട്ട് നമ്മളെ തിരക്ക് കഴിഞ്ഞില്ല കേട്ടോ. തിരക്ക് കഴിഞ്ഞാൽ 10-15 ദിവസമായിട്ട് കഴിയണം. 15 ദിവസം കഴിഞ്ഞാലും തീരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്നാലും സമാധാനം ഉണ്ടല്ലോ. നമ്മളെ പുരയിലാണല്ലോ, അക്കത്തിൽ അങ്ങനെ എടുക്കാമല്ലോ വിചാരിക്കുകയാണ്. പിന്നെ മക്കൾ ഒന്നാമത്തെ എന്താ പറയുക, അൾമാറി ആദ്യം ഒന്ന് ക്ലീൻ ചെയ്യാണ്ട്. ഇഷ്ടംപോലെ കൂറക്കാട്ടുണ്ട്. ഞാൻ വന്ന് അൾമാറി തുറന്ന് നോക്കുന്നുണ്ട്, കൂറക്കാട്ട് അങ്ങനെ കാണുന്നത്. ഇവിടെ ആരും ഇല്ലല്ലോ, അവർക്ക് നല്ല ഉഷാറാണല്ലോ കൂറകൾക്ക് വന്ന് കൂടാൻ. എല്ലാം കൂടി എല്ലാ സാധനം കൂടി കൂടി വാരി വലിച്ചിട്ട് അതൊന്ന് തിരുമ്പി എടുക്കുകയും വേണം. അൾമാരിയൊക്കെ ഒന്ന് തട്ടി അടിച്ച് തുടച്ചെടുക്കുകയും വേണം. മഴ അതിനെക്കൊണ്ട് എല്ലാം കൂടി നമ്മൾ വാരി വലിച്ച് തിരുമ്പിക്കുകയാണെങ്കിൽ ആറിടാനുള്ള സ്ഥലവും ഉണ്ടാവില്ല, ഉണങ്ങി കിട്ടിയില്ല. പിന്നെ എന്തോ ഒരു സ്മെല്ലാണ് ഉണങ്ങിയില്ലെങ്കിൽ. വേറൂട്ടാട്ട് തിരുമ്പിങ്ങ എല്ലാം കൂടി ആയിട്ട് ഉണങ്ങി കിട്ടിയിരിക്കുകയാണ്. രണ്ടാമത്തത് എടുത്ത് തിരുമ്പാലോ വിചാരിച്ചിട്ട് അങ്ങനെ തൽക്കാലം എല്ലാം കൂടി ബെഡ്ഷീറ്റിൽ വാരി കെട്ടി മാറാപ്പാക്കി നിലത്തും അട വെച്ച് കട്ടിലും കിടക്കി നമ്മൾ ഒഴിച്ച് നമ്മൾ കിടന്നുറങ്ങുകയും ചെയ്ത്. ഇന്നാണെങ്കിൽ മക്കൾ സ്കൂളിൽ പോണ ദിവസമാണല്ലോ. ഓൾക്കുള്ള ചോറും ചായയൊക്കെ ഉണ്ടാക്കി കൊടുത്ത് ഓലയും കൊണ്ട് മുത്തും മോനും കൂടി സ്കൂളിലേക്ക് പോയിക്കുന്നു കേട്ടോ. ഇനി ഞങ്ങൾക്കുള്ള ഫുഡൊക്കെ ഉണ്ടാക്കുകയാണ്. സ്കൂൾ കൊണ്ടുപോകുന്ന വീഡിയോ നേരത്തെ വ്ളോഗിൽ ഉൾപ്പെടുത്തിയില്ല. എന്നിപ്പോൾ അതൊന്നും ഉൾപ്പെടുത്തുന്നില്ല കേട്ടോ. എന്നാൽ ബാക്കി വിശേഷങ്ങളൊക്കെ ആയിട്ടാണ് ഞാൻ വന്നത്. അങ്ങനെ വേഗം ചോറ് വെക്കാൻ നോക്കുകയാണ്. ഒരു ചെമ്പെടുത്തെങ്ങാനും കുറച്ച് വെള്ളം ഞാൻ ഗ്യാസുമ്മേൽക്കും വെക്കുന്നത്, പിന്നെ ഒരു കെറ്റിലേക്ക് കുറച്ച് വെള്ളം തിളപ്പിക്കാനും വെക്കുന്നുണ്ട്. അങ്ങനെ ആകുമ്പോൾ വേഗം തിളച്ച് കിട്ടുമല്ലോ. ഞാൻ വന്നതിന് ശേഷം റൈസ് കുക്കറിൽ എന്നാണ് കേട്ടോ ചോറ് വെച്ച് അടുപ്പിൻ്റെ അടുത്തൊക്കെ പോയില്ല. വിറകൊക്കെ എടുത്തിട്ടുണ്ടോ തീയൂട്ടാനൊക്കെ മെനക്കെടാനുണ്ട്. ഈ അരിക്കാണ് 1.25 മണിക്കൂർ വേഗം കേട്ടോ. ഇത് പച്ചവെള്ളത്തിൽ നല്ലോണം ആദ്യം കേൾക്കും, എന്നിട്ട് ഞാൻ ചുടുവെള്ളം ഒഴിച്ച് ഇങ്ങനെ പിന്നെ ഒന്നുകൂടെ കേകി എടുക്കും. അങ്ങനെ കെറ്റിലുള്ള വെള്ളമൊക്കെ തിളച്ചിക്കുന്നു കേട്ടോ. അതുകൊണ്ട് ഞാൻ ഈ ചെമ്പിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. അതിന് ശേഷം അരി ഇട്ട് കൊടുത്തെങ്ങാൻ ഒന്ന് തിളച്ചിട്ടിരിക്കുകയാണെങ്കിൽ വേഗം റൈസ് കുക്കറിലൊക്കെ എടുത്തേക്കാം. പിന്നെ അതിനെപ്പറ്റി നമ്മൾ ചിന്തിക്കുകയോ വേണ്ടിട്ട് 1.25 മണിക്കൂർ കഴിഞ്ഞിട്ട് നമ്മൾ തുറന്ന് നോക്കിയാൽ മതി. എന്നും നമുക്ക് ഒരേ അരി കിട്ടിക്കോളണമെന്നില്ലല്ലോ. നമ്മൾ അരി മാറ്റി വാങ്ങുമ്പോൾ എന്ത് ചെയ്യണോ, നമ്മൾ ടൈം നോക്കി വെക്കണം. എന്നാൽ പിന്നെ പ്രശ്നവുമില്ല. നമുക്ക് ആ സമയം ആകുമ്പോൾ തുറന്ന് നോക്കിയാൽ മതി. എന്നിട്ട് എടുത്തിങ്ങനെ അടുപ്പത്തിച്ചൊന്ന് തിളപ്പിച്ചിട്ട് ഊറ്റിയെടുത്താൽ മതി. അത് നമ്മൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ എന്താവുമെന്നറിയോ, ചോറ് ചൊറിഞ്ഞായി പോവുകയും കഞ്ഞിയായി പോവുകയും ഒക്കെ ചെയ്യും കേട്ടോ. അങ്ങനെ അരി നോക്കുമ്പോഴൊക്കെ നമുക്ക് ഇത്തിരി പുട്ടുംപൊടി നനച്ചേക്കാൻ കേട്ടോ. കുറച്ച് അപ്പം ഉണ്ടാക്കിന് കേട്ടോ. അതിൻ്റെ പോരായൊക്കെ പുട്ട് ചുടുകയാണ്. ഇന്ന് പുട്ടിന് കൂട്ടാൻ കറിയൊന്നും ഉണ്ടാക്കുന്നില്ല. അന്നേരം രാത്രി ഉണ്ടാക്കിയ ചിക്കൻ കറിയുണ്ട്, പിന്നെ ആണെങ്കിലും പായം ഉണ്ട് കേട്ടോ. പുട്ടും പായും കോമ്പിനേഷൻ അല്ലേ. പിന്നെ ചിക്കൻ കറി ഇഷ്ടമുള്ളവർക്ക് അതും കൂട്ടാം. പിന്നെ എനിക്കൊന്നും പുട്ടിന് പായത്തിൻ്റെ ആവശ്യമില്ല, കറിൻ്റെ ആവശ്യമില്ല കേട്ടോ. നല്ല ചൂടുള്ള ചായ ഉണ്ടെങ്കിൽ ഞാൻ അതും കൂട്ടി പുട്ട് തിന്നോളൂ. 2 കഷ്ണം പുട്ടൊക്കെ ഞാൻ തിന്നു. നല്ലോണം തേങ്ങ വേണമെന്നേ ഉള്ളൂ. ഇങ്ങനെ പുട്ടും പൊടിയിൽ ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുത്തേക്കുന്നത്. അരി ഇടാനപ്പം ചെമ്പിൽ നിറച്ചും വെള്ളം ഉണ്ട് തോന്നിയപ്പോൾ കുറച്ച് ചുടുവെള്ളം മുക്കി വെച്ച് കേട്ടോ. പിന്നെ അരി ഇടുമ്പോഴൊക്കെ നിറഞ്ഞ് തൂകുകയല്ലോ. അങ്ങനെ ആ ചൂടുവെള്ളത്തിൽ കിണറ്റിൽ പച്ചവെള്ളവും ചേർത്ത് ഇങ്ങനെ എളിഞ്ചൂട് വെള്ളത്തിലാട്ടോ പുട്ടും പൊടി നനച്ചെടുക്കുന്നത്. ഞാൻ ചില സമയത്തൊക്കെ എളിഞ്ചൂട് വെള്ളത്തിലാണ് പുട്ടും പൊടി നനയ്ക്കൽ. അജ്മിൻ്റെ പുട്ടും പൊടിയാണ് കേട്ടോ അത്. അങ്ങനെ ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ടെടുത്ത് കുറച്ച് അധികം വെള്ളം ഒഴിച്ച് നനച്ചിങ്ങനെ പൊടിയാടെ മൂടി വെച്ചതാണ്. ഇത്തിരി കഴിയുമ്പോഴൊക്കെ നല്ലോണം ഉലർന്ന് പോരും. നല്ലോണം വെള്ളം വേണമല്ലോ ഈ പുട്ടും പൊടിയിൽ. ഇനി അടുത്ത പരിപാടി ഉപ്പേരി ഉണ്ടാക്കലാണ് കേട്ടോ. അതിന് വേണ്ടിയ വെണ്ട ഞാൻ ഇന്നലെ അരിഞ്ഞിങ്ങനെ ഫ്രിഡ്ജിൽ വെച്ചിരിക്കുന്നത്. അതിൽ കുറച്ച് ഉള്ളിയും ചേർത്തിക്കാണെങ്കിൽ നല്ല ടേസ്റ്റാണ്. അതിലേക്ക് വേണ്ടിയ വല്യുള്ളി ഞാൻ അരിഞ്ഞ് വെച്ചിരിക്കുന്നത്. അന്നപ്പോൾ നമ്മൾ അരിയും തളിച്ചിരിക്കുന്നു കേട്ടോ. അത് അരി റൈസ് കുക്കറിലൊക്കെ വെക്കണം. ഉപ്പേരി വെക്കാനുള്ള ഫ്രൈ പാനൊക്കെ കേക്ക് കൊണ്ടുവന്ന് അടുപ്പമ്മൽ വെച്ചിരിക്കുന്നത്. അരി എടുത്ത് അടുപ്പത്തേക്ക് ആ ഫ്രൈ പാൻ വെച്ചിട്ട് അതിന് ഉപ്പേരി ഉണ്ടാക്കണം കേട്ടോ. ഓരോന്നോരോന്ന് ഇങ്ങനെ പെട്ടെന്ന് ആക്കി എടുത്തിട്ടാണെങ്കിൽ ഒരു സമാധാനമാണല്ലോ. പിന്നെ ആണെങ്കിൽ ഈ റൈസ് കുക്കറിൻ്റെ അടിയിൽ ഞാൻ ടർക്കി വെച്ചെടുത്തില്ല, അതിൻ്റെ മുകളിലാട്ടോ വെക്കുന്നത്. ഈ റൈസ് കുക്കറിന് ഒരുപാട് പഴക്കം കേട്ടോ. പുതിയതൊന്നല്ല, കുറേ പഴക്കമുള്ളതാണ്. നമ്മൾ ശ്രദ്ധിച്ച് കൊണ്ടുവന്ന കുറേ കാലം ഇട്ട് നിൽക്കുമല്ലോ. ഞാൻ രാത്രി ഞാൻ ഉണ്ടാക്കിയ ചപ്പാത്തിയിട്ടൊന്ന് ബാക്കി ഉണ്ടായിട്ടോ റൈസ് കുക്കറിൽ വെച്ച്. അങ്ങനെ 10 ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കി നമ്മൾ റൈസ് കുക്കറിൽ വെച്ചിട്ടാണെങ്കിൽ ചൂടണിയില്ല കേട്ടോ. ഞാനത് ചൂടണിയാണ്ടിക്കാൻ വേണ്ടി വെച്ചല്ല കേട്ടോ. ഞാൻ കഴിച്ചതിൻ്റെ ബാക്കിയുള്ളത് എടുത്ത് മൂടി വെച്ചതാണ്. പിറ്റേന്നേക്കൊന്നും ചപ്പാത്തിക്കൊന്നും ചൂടുണ്ടാവില്ല കേട്ടോ. ചോറ് രാത്രി വെച്ചൊക്കെ പിറ്റേന്ന് രാവിലെയൊക്കെ ചൂടുണ്ടാവും. അങ്ങനെ ഉപ്പേരി വെക്കാനുള്ള ഫ്രൈ പാനൊക്കെ അടുപ്പത്ത് വെച്ച് എണ്ണയും കടുകൊക്കെ ഇട്ട് കൊടുത്ത് അതിന് ശേഷം ഞാൻ വെണ്ട ഇട്ട് കൊടുക്കാം കേട്ടോ. വെണ്ട ഒന്ന് വാടി വന്നിട്ടാണ് വല്യുള്ളി ഇട്ട് കൊടുക്കുക. ഈ വെണ്ടപ്പേരിയൊക്കെ നല്ലോണം എന്താ വെളിച്ചെണ്ണയൊക്കെ എടുത്ത് വാടിങ്ങാൻ ആ കൊഴുപ്പില്ലാണ്ടായി കിട്ടി നല്ല രസമാട്ടോ. ഈ കൊഴുത്ത് പോയ ടേസ്റ്റ് കുറയൂലേ.
ഒന്ന് ഉണങ്ങിയോണായി കിട്ടുകയാണ് നല്ല ടേസ്റ്റ് ആട്ടോ ചോറിന് കൂട്ടാൻ. പിന്നെ എൻ്റെ ഇഷ്ടമായിക്കൂലല്ലോ, നിങ്ങളൊന്നും ഇഷ്ടമല്ലേ? എല്ലാവർക്കും എങ്ങനെ ഇഷ്ടം വെച്ചൊന്ന് കമൻറ്റ് ചെയ്യാണ്ടിട്ടോ. ഇങ്ങനെ വെണ്ടയിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ഇട്ടിട്ട് നല്ലോണം വാട്ടിയതിന് ശേഷം കേട്ടോ വലിയുള്ളി ഇട്ടെടുത്ത്, അല്ലാണ്ട് ഒരു കൊഴുപ്പ് വരും, വെണ്ടേൻ്റെ കൊഴുപ്പ് ഉണ്ടാകുമല്ലോ, അതെന്തോ ഒരു ടേസ്റ്റ് കുറവാണ്. പിന്നെ അതിന് ശേഷം ഞാൻ മഞ്ഞപ്പൊടി ഇട്ട് നല്ലോണം അടുക്കിയായിട്ട് മൂടി വെച്ച് വേവിക്കട്ടോ ചെറിയ തീയിൽ. 2 കഷ്ണം ചിക്കൻ പൊരിക്കാനിട്ട് അതിന് വേണ്ടി മസാല ഉണ്ടാക്കുകയാണ്. കുറച്ച് മുളകും പൊടി, മഞ്ഞപ്പൊടി, ഉപ്പ്, പിന്നെ വലിയ ജീരകം, സുർക്ക, 1 സ്പൂണ് പത്തിരിപ്പൊടി, വെളുത്തുള്ളി, ഇഞ്ചി, ഇതെല്ലാം കൂടി ഒന്ന് കൂട്ടി കുഴച്ചിങ്ങനെയാണ് ചിക്കനിൽ പുരട്ടാൻ മസാല ഉണ്ടാക്കുന്നത് കേട്ടോ. ഈ വെളുത്തുള്ളി ഇഞ്ചിയോ ഞാൻ അരച്ച് പേസ്റ്റ് ഒന്നും ആക്കിയില്ല കേട്ടോ. ഇത് ഇഞ്ചി കൂത്തെടുത്ത് ഞാൻ പ്ലേറ്റിൽ വെച്ചൊന്ന് കുത്തി ചതക്കി എടുത്തതാണ്. അതിൻ്റെ ഇടയിൽ കൂടി നമ്മൾ പെരിയോ നിളക്കി വെക്കുന്നു കേട്ടോ, മറ്റ് കരിഞ്ഞു പോകുമല്ലോ. നമ്മൾ അടുക്കളയിൽ വെപ്പിൻ്റെ പണി എടുക്കുകയാണെങ്കിൽ അതിൻ്റെ ഇടയിൽ കൂടി വേറൊരു പണിക്കും പോയത് കേട്ടോ. ഈ വെക്കാനായിട്ട് നിൽക്കുകയാണെങ്കിൽ നമ്മൾ വെപ്പിൻ്റെ പണി പെട്ടെന്ന് കഴിയും. അതല്ല അതിൻ്റെ ഇടയിൽ കൂടി നമ്മൾ മിറ്റടിക്കാനും അടിച്ചാരി തൊടുക്കാനും അതിനൊക്കെ പോയിക്കുകയാണെങ്കിൽ താമസം പിടിക്കും. ഇത് കഴിഞ്ഞിട്ട് നമ്മൾ അതിന് പോയിക്കുകയാണെങ്കിൽ നമ്മൾ പണി വേഗം തീരും, അടുക്കളയൊക്കെ ക്ലീൻ ചെയ്ത് വൃത്തിയാക്കി കിട്ടുമല്ലോ. അതല്ലാണ്ട് നമ്മൾ ഫസ്റ്റ് തന്നെ ക്ലീനിങ്ങിന് നിൽക്കുകയാണെങ്കിൽ നമ്മൾ അടുക്കള വൃത്തിയാക്കാണ്ട് എന്തായാലും അടിക്കുകയും തൊടുക്കുകയും ചെയ്യൂലല്ലോ. പിന്നെ രണ്ടാമതും വേണം നമ്മൾ അടുക്കള നന്നാക്കാൻ വരിക. നമ്മൾ വെപ്പിൻ്റെ പണിയൊക്കെ കഴിഞ്ഞിട്ടാണെങ്കിൽ പിന്നെയും അടുക്കള നാറൂലേ, എന്നാൽ പിന്നെയും വൃത്തിയാക്കണമല്ലോ. ഈ മസാലയിൽ പത്തിരിപ്പൊടി ഇടുന്നത് കാണിക്കാൻ മറന്നു കേട്ടോ, വീഡിയോയിൽ ഉൾപ്പെട്ടില്ല, സോറി. ഇങ്ങനെ സുർക്കയും ഒഴിച്ചു കൊടുത്തേക്കുന്നത്, അങ്ങനെ മാവൊക്കെ നല്ലോണം സെറ്റാക്കി എടുക്കുകയാണ് കേട്ടോ. ഇത്തിരി പത്തിരിപ്പൊടി ഇട്ടി കേട്ടോ, 1 സ്പൂൺ പത്തിരിപ്പൊടി മാത്രമേ ഞാൻ ഇട്ടിയുള്ളൂ. അങ്ങനെ ചിക്കനും നല്ലോണം മസാല ഒക്കെ തേച്ച് പിടിപ്പിച്ചെടുത്ത് കേട്ടോ. അതിന് ഫ്രിഡ്ജിലൊന്നും കൊണ്ടുപോയി വെക്കുന്നില്ല, അപ്പം തന്നെ പൊരിക്കുന്നതിനെ കൊണ്ട് ഇവിടെ പുറത്ത് തന്നെ വെച്ച് മൂടിയൊക്കെയാണ്. പിന്നെ നമ്മൾ ഓരോ സാധനങ്ങളൊക്കെ അങ്ങനെ എടുക്കുന്നത് നമ്മൾ ആവശ്യം കഴിഞ്ഞ് അന്നപ്പം തന്നെ എടുത്തെടുത്ത് കൊണ്ടുവച്ചേക്കുകയാണെങ്കിൽ നമുക്ക് എപ്പോഴും വൃത്തിയാക്കി എടുക്കും കേട്ടോ. നമ്മുടെ അടുക്കളയും മേശയൊക്കെ, മറ്റേ ഈ മേശയൊക്കെ എപ്പോഴും ഇങ്ങനെ നിറഞ്ഞുകൊണ്ട് കിടക്കുമല്ലോ. അങ്ങനെ ഇന്നലെ രാത്രി വെച്ച ചിക്കൻ കറി ഉണ്ടായി കേട്ടോ. ഇത് കുറേ ബാക്കിയുണ്ട്, ചപ്പാത്തി കുറച്ച് കൂട്ടിയിട്ടല്ലേ ഉള്ളൂ. അങ്ങനെ അത് നല്ലോണം തിളപ്പിച്ച് വെക്കണം. ഉച്ചയ്ക്ക് ചോറിന് കൂട്ടാനും കൂടി അത് മതി കേട്ടോ, വേറെ കറിയൊന്നും വെക്കുന്നില്ല. ചിക്കൻ പൊരിച്ചോ വെണ്ടപ്പേരിയും ചിക്കൻ കറിയാണുള്ളത്. അങ്ങനെ അടുത്ത പരിപാടി മക്കളെ പുട്ട് ചുടലാണ്. ഈ പുട്ടും കുറ്റിക്കും കുഞ്ചിക്കും കുറേ പഴക്കമുണ്ട് കേട്ടോ. ഈ കുറ്റിൻ്റെ ഉള്ളിൽ കൂടി ആവി ഇങ്ങനെ പുറത്ത് പോകും. അതിന് വേണ്ടി ഒരു തുണി ഞാനിങ്ങനെ ചുറ്റി കൊടുക്കലുണ്ട്. ഇങ്ങനെ തുണി എടുത്ത് വയ്ക്കിട്ടോ, ഞാൻ തേച്ച് കഴിയപ്പോൾ അപ്പോൾ വേറെ തുണിയൊക്കെ ചുറ്റി കൊടുക്കുകയാണ്. ഇത് ഉണങ്ങിയ തുണി ചുറ്റുമ്പോൾ അത് അവിടെ നിൽക്കൂല, നനച്ചിങ്ങനെ ചുറ്റി കൊടുത്താൽ വേഗം ഒട്ടി കിട്ടും കേട്ടോ. അങ്ങനെ ഞാൻ പുട്ടുംപൊടിയൊക്കെ നനച്ചിട്ട് കുറേ സമയമായിട്ട് ഇനിയൊന്ന് എടുത്ത് നോക്കുകയാണ്. അത് നോക്കുമ്പോൾ നല്ലോണം ഉലർന്ന് പോകുന്ന കിട്ടും. നല്ലോണം ഇനിയും വെള്ളം പറഞ്ഞു, നല്ല ദാഹം ഉണ്ടായിരുന്നു, നല്ലോണം കുടിച്ച് വയ്ക്കുന്ന വെള്ളം. ഇനിയും കുറച്ചുകൂടിയൊക്കെ വെള്ളം ഒഴിച്ച് ഇങ്ങനെ നല്ലോണം കുഴച്ചെടുക്കുകയാണ്. ഈ അജിമിൻ്റെ പൊട്ടുംപൊടി ഒരു അരമണിക്കൂർ മുന്നൊക്കെ നമ്മൾ നനച്ച് വെച്ചെങ്കിൽ ചൂടാൻ നമ്മൾക്ക് ഒരുപാട് പൊടി ഉണ്ടാവും കേട്ടോ. നമ്മൾ നനയ്ക്കുകയും ചൂടുന്നേരം അത്ര പൊടി ഉണ്ടാവില്ല. നനച്ചിങ്ങനെ കുറേ സമയങ്ങൾ വെച്ച് നോക്കാണ്ട് ഈ പുട്ടുംപൊടി അധികം ഉണ്ടാവും. നമ്മൾ എത്ര വെള്ളം കൊടുത്താലും കേട്ടോ മതിയാകുകയില്ല കേട്ടോ. നല്ല ദാഹവും ക്ഷീണമൊക്കെ ഉള്ളവരാണ് ഓല്. ഇതിൻ്റെ ഒക്കെ ഇടയിൽ കൂടി പോയി ഞാൻ തേങ്ങ പൊളിക്കുകയും ചിരകുകയൊക്കെ ചെയ്ത് കിട്ടും. അതൊന്നും ഞാൻ ഇതിൽ ഉൾപ്പെടുത്തില്ല, കുറേ ലോങ്ങായി പോകുമല്ലോ. പിന്നാണെങ്കിലോ ഞാനൊക്കെ സ്പീഡ് കൂട്ടി വെച്ചാൽ കേട്ടോ, എല്ലാ വീഡിയോയും സ്പീഡ് കൂട്ടി വെച്ചാൽ നിങ്ങൾക്ക് എന്നെ കണ്ടാൽ മനസ്സിലാകുമല്ലോ, അല്ലാണ്ട് കുറേ ലെങ്ത്തായി പോകുമല്ലോ. ഞാൻ ഈ കുറ്റിമേൽ തുണി ചുറ്റിയോണം അല്ലേ കേട്ടോ ചുറ്റേണ്ടി. ഞാനെല്ലാം കൂടി പൊടിയൊക്കെ നിറച്ചെങ്ങാനും കുഞ്ചിമേൽ വെച്ചൊക്കെ ഞാട്ട് ഇറങ്ങി കിട്ടുന്നില്ല. ഇതിൻ്റെ മുകളിൽ കൂടി ആയി വരുന്ന ഭാഗത്ത് മാത്രം ചുറ്റിയാൽ മതി. പിന്നെ രണ്ടാമത് ഞാനൊക്കെ കഴിച്ചെങ്ങാനും മുകൾ ഭാഗത്ത് മാത്രം ചുറ്റിയായിട്ട് വെച്ച് കൊടുത്ത് പെട്ടെന്നായും വന്നിട്ടിട്ടോ. ഈ പുട്ടിൻ്റെ പരിപാടി കഴിഞ്ഞിട്ട് വേണം ചിക്കൻ പൊരിക്കാൻ. അടുത്ത കുറ്റിയിൽ നിറച്ച് വെച്ചിട്ട് വേണം അരി വെന്തിക്കുന്നോ നോക്കാൻ. അങ്ങനെ നമ്മൾ അരി പാകത്തിനുള്ള വേഗം അയക്കുന്നിട്ടോ. അങ്ങനെ അടുപ്പത്ത് വെച്ച് ഒന്നുകൂടി തിളപ്പിച്ചെടുത്ത് പിന്നെ ഊറ്റിയെടുക്കുക കേട്ടോ. ചിലർക്ക് ഇങ്ങനെ ചോറ് വാർത്തെടുക്കാൻ പേടിയാണ്, ഓട്ടക്കൊട്ടയൊക്കെ ഇട്ടിട്ട് ഊറ്റിയെടുക്കുക കേട്ടോ ചെയ്യുക. എനിക്കത് വ്യവസായി കിട്ടില്ല. ഞാൻ ഇങ്ങനെ കഞ്ഞിക്കാലത്തുമ്മൽ വെച്ചാട്ടോ ഊറ്റിയെടുക്കുക. ഈ സ്റ്റീലിൻ്റെ കഞ്ഞിക്കാലും സ്റ്റീലിൻ്റെ മൂടിയും സ്റ്റീലിൻ്റെ ചെമ്പും ഒക്കെ അയക്കുകയാണെങ്കിൽ കഞ്ഞിക്കാലത്തുമ്മൽ നിന്ന് കിട്ടൂല. ഒന്നെങ്കിൽ അലുമിനിയത്തിൻ്റെ മൂടി അയക്കണം, അതല്ലെങ്കിൽ അലുമിനിയത്തിൻ്റെ കഞ്ഞിക്കാൽ അയക്കണം. അങ്ങനെ എന്തെങ്കിലുമൊക്കെ അയക്കുകയാണെങ്കിൽ ചെമ്പുമേൽ നിന്നിട്ടോ. അതല്ലെങ്കിൽ ചെമ്പ് അലുമിനിയം ആയാലും മതി. ഇങ്ങനെ ഈ സ്റ്റീലിൻ്റെ ചെമ്പിന് ഞാൻ അലുമിനിയത്തിൻ്റെ മൂടി വെക്കാം കേട്ടോ. നമ്മൾ വാർത്ത് കുത്താൻ സുഖമാണ്.
ഇങ്ങനെ നമ്മൾ ചോറ് വാർത്ത് കുത്തിക്കുകയാണെങ്കിൽ വെള്ളം നല്ലോണം വലിഞ്ഞു പോകുകയും ചോറാണെങ്കിൽ ചൂടണിഞ്ഞ് പോകുകയില്ല കേട്ടോ. എനിക്കൊക്കെ ഇതാണ് എളുപ്പം. ഞാനിങ്ങനെ തന്നെയാണ് ചോറ് ഊറ്റുന്നത്. പിന്നെ അധികമൊക്കെ ഉണ്ടെങ്കിൽ കുട്ടികൾക്ക് ഊറ്റുകയെന്നല്ലാണ്ട് ഇങ്ങനെ നമ്മൾ ചിക്കൻ പൊരിക്കാനുള്ള ചട്ടി വെച്ചിരിക്കുന്നത് ആ വേഗം ചൂടായപ്പോൾ ചിക്കൻ ഇട്ട് കൊടുക്കുക കേട്ടോ. പുട്ട് ചുട്ട് തീർന്നില്ല. കുഞ്ചിന് തീയൊന്ന് കുറച്ച് കൊടുത്താൽ കേട്ടോ. ചട്ടി വെച്ച് എണ്ണയും പാർന്ന് നോക്കുന്നില്ല, വേഗം ചൂടായി കിട്ടിയത്. എന്നാൽ പിന്നെ വിചാരിച്ച പുട്ടാളെ നിൽക്കട്ടെ, ചട്ടിയിൽ ചിക്കൻ ഇടട്ടെ. അങ്ങനെ ലാസ്റ്റ് പുട്ടോട് ചൂടാണ് കേട്ടോ. അങ്ങനെ ഇന്നത്തെ നമ്മുടെ ചായൻ്റെ കടിയും റെഡിയായി. അക്കൂട്ടത്തിൽ ചോറിൻ്റെ പണിയും കഴിഞ്ഞിട്ടോ. ചോറ് ഊറ്റി ചെയ്ത് ഉപ്പേരിയും വെച്ച് ചിക്കനും വെച്ച് കറി രാത്രിയത്തെ ഉള്ളതും കൊണ്ട് ആ പണിയും കഴിഞ്ഞിട്ടോ. ഇനി ഇത്തിരി പണി നമുക്ക് കൂടുതൽ ഉണ്ടാകുമെങ്കിലും കറിയൊക്കെ ഉണ്ടാകുക. കറിയൊക്കെ ഉണ്ടാത്തതും കൊണ്ട് വേഗത്തിലായി. ഇനി അടുത്ത പരിപാടി ചായ കുടിക്കലാണ് കേട്ടോ. അതിന് വേണ്ടിയിട്ട് കെറ്റിൽ വെള്ളം പതിപ്പിക്കുകയാണ് ചായ ഉണ്ടാക്കാൻ. ഞാൻ അടുപ്പ് തിരിയൊക്കെ മുട്ടുകയാണെങ്കിൽ വെള്ളം തിളപ്പിച്ച് ഫ്ലാസ്കിലൊക്കെ ഒഴിച്ച് വെക്കും കേട്ടോ. പ്രാവശ്യം വന്നാൽ അടുപ്പിൻ്റെ അടുത്തേക്ക് പോയില്ല. ഇങ്ങനെ ഫസ്റ്റിൽ വേവിക്കാൻ വെച്ച ചിക്കനൊക്കെ വെന്ത് കിട്ടും. അതൊക്കെ കോരി മാറ്റിയതിന് ശേഷം രണ്ടാമത്തെ ഇട്ട് കൊടുത്തേക്കുന്നത്. ഇനി ഒരു ട്രിപ്പിനുള്ളിൽ ഉണ്ടായിരുന്നു കേട്ടോ. അതിപ്പം പൊരിക്കുന്നില്ല, അങ്ങക്ക് ആവശ്യത്തിനുള്ളതൊക്കെ പൊരിച്ചിരിക്കുന്നത്. രാത്രിയൊക്കെ മതിയല്ലോ, ഇനി ഫ്രിഡ്ജിൽ വെച്ചാൽ മതി. ബാക്കിയുള്ള ഇങ്ങനെ വെള്ളം തളിച്ച് ഞാൻ ചായ ഉണ്ടാക്കുക കേട്ടോ. പാൽപ്പൊടിയും പഞ്ചസാരയും ചായപ്പൊടിയൊക്കെ ഇട്ടിങ്ങാൻ ഈ പാത്രത്തിൽ വെള്ളം വെച്ച് പഞ്ചസാര വെക്കാൻ കേട്ടോ. പഞ്ചസാരയിൽ വേഗം എറുമ്പ് കയറിയല്ലോ. അങ്ങനെ കയറാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് പാത്രത്തിൽ വെള്ളം വെച്ച്. ഈ പഞ്ചസാര ഇടുന്ന പാത്രമൊക്കെയാണ് ഞാൻ ഇവിടെ കേകി വെച്ചതാണ്. എന്നപ്പോൾ തൽക്കാലം ഞാൻ ഈ തൂക്കുപാത്രത്തിൽ പഞ്ചസാര ഇട്ട് ചില വേഗം കടുക്കുകയും ചെയ്യില്ല, മൂടി ടൈറ്റ് ഉണ്ടാവില്ലല്ലോ. ചില സമയത്ത് പാൽപ്പൊടിയിൽ വരെ എറുമ്പ് കടക്കും, ചെറിയൊരു എറുമ്പ് ഉണ്ടാകില്ല. ഇനി ഏത് മൂടി ടൈറ്റുള്ളതായാലും ഓല എങ്ങനെയെങ്കിലും കടന്നു കൂടും. അപ്പോൾ ആദ്യം ശ്രദ്ധിച്ചിട്ടാണെങ്കിൽ പ്രശ്നമില്ലല്ലോ. പുട്ടിന് കടലയും ചെറുപയറൊക്കെ ഉണ്ടെങ്കിൽ കോമ്പിനേഷനാണ് കേട്ടോ. പഴമുള്ളതിനെ കൊണ്ടാണ് പിന്നെ പുട്ടിന് കറി ഉണ്ടാക്കാണ്ടിരുന്നത്. ചിക്കൻ കറിയും ഉണ്ടല്ലോ. ഇത് കാക്കൻ്റെ അനിയൻ്റെ മോളാണ് കേട്ടോ. ഓളെ LKG-യിലാണ്, വട്ടോളി വാതി യുസ്നയിലാണ്. ഇന്നിപ്പോൾ ക്ലാസ് പോകാനൊക്കെ വേണ്ടി ഒരുങ്ങിയതാണ്. എന്നിപ്പോൾ സുന്ദരിയായി വന്നതാട്ടോ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട്. ഞാനൊരു ഉമ്മയൊക്കെ കൊടുത്തിട്ടോളും മുഖമൊക്കെ തുടച്ച് പിന്നെ ഓൾ ടാറ്റയൊക്കെ തന്ന് പോവുകയാണ് കേട്ടോ. സ്കൂളിൽ പോകാനായിരിക്കുന്നു. ഇങ്ങനെ ഞാൻ പിന്നെ അടുക്കളയൊക്കെ തന്നെ കയറി മക്കളെ. നമ്മൾ അടുക്കളയിലത്തെ പണിയൊന്നും കഴിഞ്ഞില്ലല്ലോ. വേഗം വന്ന് ചോറൊക്കെ നോർത്തി പൊടിഞ്ഞ് ഞാൻ റൈസ് കുക്കറിലേക്ക് തന്നെ വെക്കുകയാണ് കേട്ടോ. അപ്പം പിന്നെ ചൂടണിഞ്ഞൂലല്ലോ, വൈകുന്നേരം വരെ ചൂടുണ്ടാവും, രാത്രി വരെ ചോറിന് ചൂടുണ്ടാവും കേട്ടോ. എപ്പോഴും ഇങ്ങനെ റൈസ് കുക്കർ തുറന്ന് മൂടി തുറന്ന് കളിച്ച് ചൂട് കുറഞ്ഞു. അപ്പോൾ നമ്മൾ നേരെ ഉച്ചയൊക്കെ എടുത്ത് അതുകൊണ്ട് തന്നെ വേഗം മൂടി വെച്ച് രാത്രിയേക്കും ചോറിന് ചൂടുണ്ടാവും കേട്ടോ. ഇനിയാണ് മക്കളെ യുദ്ധം തുടങ്ങാൻ പോകുന്നത്. കൊട്ടത്താത്തിൽ നിങ്ങൾ കണ്ടില്ലേ, എന്തോ ഒരു പാത്രങ്ങളുണ്ടെന്ന് നോക്കി.
നമ്മളെ വെപ്പൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ എല്ലാം ഇങ്ങോട്ട് എടുത്ത് ഒഴിച്ച് വെച്ചിട്ടാണെങ്കിൽ കുറേ കേൾക്കാനുണ്ടാവില്ലേ. നമ്മളെടുക്കുന്ന അന്നപ്പം മോരി വെക്കുകയൊക്കെ ചെയ്യും, എന്നാലും ഉണ്ടാകും കുറേ പാത്രങ്ങൾ. ലാസ്റ്റൊക്കെ ആകുമ്പോൾ നമ്മൾ തിരക്കിടുമ്പം കുറച്ചൊക്കെ അവിടെ തന്നെ ആയി പോകുമല്ലോ. അന്നപ്പം മോറൊക്കെ ഒന്നുമില്ലല്ലോ. കഴുകാനുള്ള പാത്രങ്ങളൊക്കെ ഒഴിച്ച് ഞാൻ സിങ്കിലേക്ക് നിറച്ച് വെച്ചാട്ടോ. പിന്നെ മേശമൊക്കെ തുടച്ച് വൃത്തിയാക്കിയതിന് ശേഷം അത് കഴുകാൻ നിൽക്കുന്നത്. അങ്ങനെ പാത്രം കഴുകലും സിങ്ക് വൃത്തിയാക്കലും ഒക്കെ കഴിഞ്ഞ് അടിച്ചു തരാൻ നിൽക്കുകയാണ്. അലുമിനിയത്തിൻ്റെ പാത്രം ഞാൻ ഇവിടെ നിന്ന് കേട്ടോ തേച്ച് ചെയ്ത്. അത് സോപ്പും കമ്പ്യൂട്ടറാണ് തേച്ച് വെക്കല്. അടുപ്പത്തൊന്നും വെച്ചില്ലല്ലോ, കരിയൊന്നും ഉണ്ടാവില്ലല്ലോ. കരിയുള്ള പാത്രങ്ങളാണെങ്കിൽ പുറത്തുണ്ടായി തേച്ച് പോകും. അടിച്ച് വാരിയതിന് ശേഷം ഞാൻ കുറച്ച് കഞ്ഞി കയറി ഇട്ടിന് കേട്ടോ. അതും വെന്തിക്കുന്നത്. അതിൻ്റെ ഇടയിൽ കൂടി പോയി പാലും എടുത്തിട്ടുണ്ടോന്നിന് കേട്ടോ. അങ്ങനെ കഞ്ഞി വെന്താതെ ഇറക്കിയെടുപ്പത്തേക്ക് പാലും വെച്ചിരിക്കുന്നത്. ഗ്യാസിന് നമ്മൾ തീരെ റെസ്റ്റ് കൊടുക്കില്ലല്ലോ. രാവിലെ തന്നെ എല്ലാവർക്കും ഒരു തിരക്കായിക്കല്ലോ. സ്കൂളും മദ്രസയിലൊക്കെ പോകണമുണ്ടല്ലോ. അങ്ങനെ അല്ലാത്തവരും ഒരുവിധ ആൾക്കാരൊക്കെ രാവിലെ തന്നെ വെപ്പിൻ്റെ പണി തീർക്കുമല്ലോ. പിന്നെ അടുപ്പ് തീ കൂട്ടാത്തവരൊക്കെ ആണെങ്കിൽ പറയുകയും വേണ്ട. പാൽ അടുപ്പത്ത് വെച്ച് ഇളക്കി ഇങ്ങനെ അതിൻ്റെ അരിയത്ത് നിന്നില്ലെങ്കിൽ ആ പാല് തളിച്ച് തൂക്കി പോട്ടോ. അത്രയ്ക്ക് മറിവാണെങ്കിൽ അതുകൊണ്ട് തന്നെയാണ് മോട്ടർ ഇട്ട് വെച്ചേക്കുകയാണെങ്കിലും. മോട്ടർ ഇട്ടാൽ 8 മിനിറ്റ് മതി കേട്ടോ ടാങ്ക് നിറയാൻ. ആ 8 മിനിറ്റ് ആകുമ്പോൾ ഓഫാക്കണമൊക്കെ വിചാരിച്ചങ്ങ് പോരും. പിന്നെ അത് 8 മിനിറ്റൊക്കെ കഴിഞ്ഞ് ടാങ്ക് നല്ല തൂക്കൽ തുടങ്ങുമ്പോൾ ഓഫാക്കാൻ പോകുക. ടാങ്ക് നല്ല തൂക്കിയാൽ പിന്നെ നിൽക്കുകയില്ല. ടാങ്ക് നല്ല തൂക്കൽ ഒടുങ്ങിയാൽ പിന്നെ വേഗം വാഷിംഗ് മെഷീനകത്ത് തുറന്നിടും. പിന്നെ അതിലൊക്കെ വെള്ളം ഫുള്ളാക്കി വെക്കുക ചെയ്യുക. അല്ലാണ്ട് വാപ്പി ചെയ്യാറുണ്ടെങ്കിൽ വെള്ളം ഇങ്ങനെ തൂക്കുമ്പോൾ ചീത്തയൊക്കെ പറയേ. വയസ്സന്മാരല്ലേ, വെള്ളമൊക്കെ അല്ലെങ്കിൽ വേസ്റ്റ് ആക്കാൻ പാടില്ലല്ലോ. നമ്മളെ ശ്രദ്ധക്കുറവുകൊണ്ട് വരുന്നതാണ്. ഓരോ പറഞ്ഞിട്ട് കാര്യമില്ല, നമ്മൾ തന്നെ പറയാനുള്ളത്. ആ ടാങ്ക് നിറഞ്ഞ് തൂക്കുമ്പോഴൊക്കെ ഞാൻ വിചാരിക്കും കേട്ടോ എൻ്റെ ഫോണിൽ ഒരു അലാറം വെക്കണം. മോട്ടർ ഇട്ട് ഒരു 8 മിനിറ്റ് ആകുമ്പോൾ അലാറം അടിയില്ല, അന്നപ്പം പോയി ഓഫാക്കിയാൽ മതിയല്ലോ. അത് അന്നപ്പം തോന്നാനല്ലോ, പിന്നെ അങ്ങ് മറന്നു കേട്ടോ. ഇനി അങ്ങനെ ചെയ്ത് വെക്കണം. അങ്ങനെ അടിക്കലും തുടയ്ക്കലും ഒക്കെ കഴിഞ്ഞ് അടുക്കളയിലത്തെ പണി കലാസ്. പിന്നെ കൈക്കൽ തുണിയോ ചവിട്ടികളും അല്ലാത്തതൊക്കെ ഉണ്ടെങ്കിൽ കല്ലുമ്മ തിരുമ്പണ്ടിയൊക്കെ ഇട്ടോ. അതൊക്കെ തിരുമ്പി കൊണ്ടുവന്ന് അതിലുമ്മ ചിക്കാൻ വന്നതായിരുന്നു. വന്ന് നോക്കുന്നത് അതിലൊക്കെ താന്ന് എടുക്കുന്നു. ഞാൻ ചിക്കുമ്പോൾ ഒക്കെ നിലത്ത് മുട്ടുന്ന പോലത്തിലായിരിക്കുന്നു. പിന്നെ അതിലൊക്കെ കഴിച്ച് ഇങ്ങനെ ഒന്ന് ഒന്നിച്ച് കെട്ടിട്ടോ. അത് ഞാൻ തന്നെ കെട്ടാൻ വെയിലുണ്ടെങ്കിൽ ഒരു ദിവസം കുറേ ചിക്കാണ്ടായിട്ട് കെട്ടിയതായിരുന്നു. പെൺകെട്ട് കെട്ടുന്നു ആൺകെട്ട് കെട്ടുന്നു തമ്മിൽ വ്യത്യാസം ഉണ്ടല്ലോ അല്ലേ. നമ്മളിനി എങ്ങനെ കെട്ടിക്കണേ മുറുകി കിട്ടിയില്ല താന്ന് കളിക്കുകയും ചെയ്യും. ആണുങ്ങളൊരു കെട്ട് കെട്ടിക്കുക കെട്ടിയോന്നുണ്ടാകുകയും ചെയ്യും. ഞാനല്ലെങ്കിൽ അതിലുമ്മൽ ആറിട്ടിക്കാണ്ട് നടുവിലൊരു കുത്തും കൊടുക്കട്ടോ. എന്നാൽ നല്ലോണം പൊന്തി നിൽക്കുമല്ലോ. താന്ന് നിൽക്കുമ്പോൾ നമുക്ക് എന്തോ ഒരു മാതിരിയല്ലേ. അതിലൊക്കെ പൊന്തിയോണ്ട് നിൽക്കണം, നല്ലൊരു സമാധാനം ഉണ്ടാവും. അങ്ങനെ അതിൽ നല്ലൊരു കുത്തൊക്കെ കൊടുത്ത് ബാക്കിയുള്ളതൊക്കെ ആറിയിടുകയാണ് കേട്ടോ. അങ്ങനെ ഒരു 10-11 ആകുമ്പോഴേക്കും എല്ലാ പണിയും കഴിഞ്ഞ് തിരുമ്പലും കഴിഞ്ഞ് ഇട്ടവും കൂടി തിരുമ്പി ഇങ്ങനെ കുളിക്കാനും കൂടിയേ ഉള്ളൂ. അത് കഴിഞ്ഞിട്ടാണ് കേട്ടോ വീഡിയോ എഡിറ്റ് ചെയ്യാനും വോയിസ് എടുക്കാൻ. അതിന് മക്കളൊക്കെ ഒരു 3-4 മണിക്കൂർ എന്തായാലും വേണം ചുരുങ്ങിയത്. ഏറി നിൽക്കുകയാണെങ്കിൽ ചിലപ്പോൾ ഒരു ദിവസം തന്നെ വേണ്ടി വരും കേട്ടോ. നമ്മളൊക്കെ ആരോ ഒന്ന് വന്ന് നിൽക്കുകയാണെങ്കിൽ കണ്ട് വർത്താൻ പറയും. അല്ലെങ്കിൽ ആരെങ്കിലും ഒരു ഫോൺ വന്ന് നിൽക്കുകയാണെങ്കിൽ അവരോട് കുറച്ച് വർത്താൻ പറയും. അല്ലെങ്കിൽ ഏട്ടെങ്കിലും ഒന്ന് പോകാനുണ്ടെങ്കിൽ അങ്ങനെയും സമയം പോയി പോകുമല്ലോ. പിന്നെ മക്കളെ ദിവസം ലെങ്ത്ത് കൂടി പോയി കേട്ടോ. വീഡിയോക്ക് ആദ്യമായിട്ടാണ് ഞാൻ ഇത്രയും വലിയ വീഡിയോ ഇടുന്നത്. നിങ്ങളെല്ലാവരും എന്നോട് ക്ഷമിക്കണം കേട്ടോ. ഇതൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വിശേഷങ്ങൾ. നമ്മളെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ സാധാരണ പറയുമ്പോൾ തന്നെ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറന്നു പോകുന്നത്. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാണ്ട് കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ അമർത്തുക. അങ്ങനെ തിരുമ്പലും കുളിക്കലും കഴിഞ്ഞ് ഉച്ചക്കത്തെ ചോറൊക്കെ തിന്നാണ്. മറ്റൊരു വീഡിയോയിൽ ഇൻഷാ അല്ലാഹ് വീണ്ടും കാണാം. എല്ലാവരും പ്രത്യേകം പ്രാർത്ഥന ഉൾപ്പെടുത്തി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.